എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ കാർഡുള്ളവർക്ക് ആശ്വാസമാക്കിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായ നീല, വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവർക്ക് മുൻഗണന BPL, പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടി ഓൺലൈൻ അപേക്ഷ ഈ മാസം 31 വരെ നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും അർഹരായിട്ടുള്ള ആളുകൾ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഉടനെ അപേക്ഷ നൽകണം. ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റ് വീട്, സ്വന്തമായി ആവശ്യത്തിനുള്ള 4 ചക്ര വാഹനം, 1 ഏക്കറിലധികം ഭൂമി, സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഒരംഗമായി ഉണ്ടായിരിക്കൽ, ആദായ നികുതി അടക്കുന്ന ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ, റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വിദേശത്തു നിന്നോ 25,000 രൂപക്ക് മുകളിലുള്ള മാസ വരുമാനം ഉണ്ട് എങ്കിലൊന്നും മുൻഗണന റേഷൻ കാർഡിന് അർഹതയില്ല. ഇതിൽ ഉൾപ്പെടാത്തവരാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊന്നും ഉൾപ്പെടാത്ത നീല, വെള്ള റേഷൻ കാർഡ് കൈവശം ഉള്ളവർക്കാണ് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെറും സൗജന്യ അരിയും റേഷനും മാത്രം അല്ല, സർക്കാരിന്റെ മറ്റ് ഏത് ആനുകൂല്യത്തിനും മുൻഗണനാ റേഷൻ കാർഡിന് മുൻഗണന ലഭിക്കുന്നതാണ്. നമുക്കറിയാം, പുതിയൊരു റേഷൻ കാർഡിന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾക്കെല്ലാം വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ മുൻഗണനാ റേഷൻ കാർഡിന് ഇത്തരം ഒഴിവുകൾ വരുന്ന സമയത്ത് പിന്നീട് അപേക്ഷ സമർപ്പിച്ച് അതിലേക്ക് മാറേണ്ടതുണ്ട്. എപ്പോഴും ഇങ്ങനെയുള്ളൊരു അപേക്ഷ ക്ഷണിക്കാറില്ല. ഇപ്പോൾ നിരവധി ഒഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ അപേക്ഷിക്കുന്ന ആളുകളെ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. നേരത്തെ അപേക്ഷിച്ചിട്ടും ഇതിൽ ഉൾപ്പെടാൻ കഴിയാതെ പോയിട്ടുള്ള മുൻഗണനേതര വിഭാഗമായിട്ടുള്ള ആളുകൾ ഈ മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹതയുണ്ട് എന്ന് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണ് എങ്കിൽ ഇതിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി കുറച്ചുകൂടി എളുപ്പമാകും. ഇല്ല എങ്കിൽ പോലും നിങ്ങളുടെ മറ്റ് ക്ലേശതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതായത് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും രോഗികൾ ഉണ്ട് എങ്കിൽ ആ രോഗ വിവരങ്ങളും, സർക്കാർ പദ്ധതികളിലൂടെ വീട് ലഭിച്ചവർ, ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് എങ്കിൽ അവർ തീർച്ചയായിട്ടും അപേക്ഷിക്കണം. അവർക്ക് എന്തായാലും മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതാണ്. 10 ലക്ഷത്തോളം ഒഴിവുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്നവർക്ക് കൂടുതൽ ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ അപേക്ഷ ഉടൻ സമർപ്പിക്കാൻ മറക്കരുത്. ഈ മാസം, അതായത് 2025 ഡിസംബർ 31 വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സ്വന്തമായി സിറ്റിസൺ ലോഗിനിലൂടെയും അപേക്ഷ നൽകാവുന്നതാണ്. ഈ മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുകയാണ് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന വീട്ടിലെ 35 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ ഉടനെ ആരംഭിക്കുന്നതുമാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടി ഉടനെ അപേക്ഷ സമർപ്പിക്കുക. മറ്റൊന്ന്, റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ടത്, ഈ മാസത്തെ റേഷൻ ഇനിയും വാങ്ങിയിട്ടില്ലെങ്കിൽ ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നിരവധി പേരെയാണ് 3 മാസം റേഷൻ വാങ്ങാത്തത് കൊണ്ട് തന്നെ മുൻഗണനാ വിഭാഗമായ മഞ്ഞ, പിങ്ക്, അതുപോലെ തന്നെ സബ്സിഡി വിഭാഗമായ നീല വിഭാഗത്തിൽ നിന്നും വെള്ളയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കഴിഞ്ഞ 2 മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള 15 ദിവസത്തിൽ റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നീല റേഷൻ കാർഡിന് 5 കിലോ സ്പെഷ്യൽ അരിയും വെള്ള റേഷൻ കാർഡിന് 10 കിലോ അരിയും 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതുപോലെ ഈ മാസം 20 മുതൽ ക്രിസ്മസ്, ന്യൂ ഇയർ ഫെയറുകൾ സപ്ലൈകോ വിപണിയിലൂടെ ആരംഭിക്കുന്നതാണ്. സബ്സിഡി ഇതര സാധനങ്ങൾ വലിയ വിലക്കുറവിൽ ലഭിക്കും. സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതോടൊപ്പം 20 കിലോ അരി 25 രൂപ നിരക്കിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കുന്നതാണ്. ഇതെല്ലാം കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.